യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലക്കേസിലെ രണ്ടാം പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ അറസ്റ്റിൽ. ഒളിവിൽ കഴിഞ്ഞിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ നസറുള്ളയാണ് വടക്കോട് പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാൾ പിടിയിലാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, പാവറട്ടി മേഖലയിലെ പാടൂരിൽ നിന്നാണ് ഈ പ്രതി പിടിയിലാവുന്നത്. 2004 ജൂൺ 12-നാണ് ഈ യുവമോർച്ച നേതാവായിട്ടുള്ള മണികണ്ഠനെ ഈ NDF ഭീകരർ ചേർത്ത് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ള നസറുള്ളയാണ് ഇപ്പോൾ ഈ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അത് ആ സമയത്തൊക്കെ തന്നെ NDF-ന്റെ സജീവ പ്രവർത്തകരായിരുന്നു ഈ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ഒക്കെ. പിന്നീടാണ് NDF ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാകുന്നത്. എന്തായാലും ഈ മറ്റ് കേസുകളിൽ കൂടെ പ്രതികളാണ് ഈ അറസ്റ്റിലായിട്ടുള്ളവർ. യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയ കേസിലെ 12-ാം പ്രതി കൂടിയാണ് ഈ അറസ്റ്റിലായിട്ടുള്ള നസറുള്ള. ഈ വർഷങ്ങളായി തന്നെ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു പോലീസ്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ കേസിന്റെ വിചാരണ സമയത്താണ് ഈ പ്രതി ഒളിവിൽ പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പിടിയിലാവുന്നത്. ഒന്നാം പ്രതിയായിട്ടുള്ള ഖലീലിനെ കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വിചാരണ സമയത്ത് ഒളിവിൽ പോയ ഈ പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ നടന്നത്. എന്നാലും വർഷങ്ങളായും ഈ പ്രതിയെ കണ്ടെത്താൻ ആയിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഈ വടക്കേക്കാട് പോലീസ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ സ്റ്റേഷനിലാണ് പ്രതിയുള്ളത്. മറ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം എന്തായാലും കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ ഈ പ്രതിക്ക് നൽകണമെന്നാണ് സ്ഥലത്തുള്ള തന്നെ BJP നേതൃത്വം ഉൾപ്പെടെ ആരോപിക്കുന്നത്. കാരണം ഈ ആ സമയത്ത് 2004-ൽ ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശിബിരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ, അതായത് ആ സമയത്താണ് ഈ മണികണ്ഠനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് തന്നെയാണ് ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരുന്നു. കാരണം NDF-ന്റെ ഭീകര പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയതിൽ ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം നടന്നു. പിന്നീട് പ്രതികളെ പിടികൂടിയ ശേഷം ഈ വിചാരണ സമയത്ത് ഈ പ്രതി ഒളിവിൽ പോവുകയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പിടിയിലാവുകയും ചെയ്യുന്നു. എന്തായാലും തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. ഇതിൽ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ഖലീലിന് 9 കേസുകളിലാണ് നിലവിലുള്ളത്. 9 കേസുകളിലും പ്രതിയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് ഈ നസറുള്ള. NDF പ്രവർത്തകരായിട്ടുള്ള ഷമീർ, അബ്ദുൾ മജീദ്, ജാഫർ, റജീബ് ലിറാർ എന്നുള്ള പ്രതികളൊക്കെ തന്നെ ഈ കേസിലും പ്രതികളാണ്. എന്തായാലും 2014 ജനുവരിയിലാണ് ഈ വിചാരണ ആരംഭിച്ചത്. അതിനുശേഷമാണ് ഇയാൾ ഒളിവിൽ പോകുന്നത്. ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് വടക്കേക്കാട് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടികൂടുന്നത്. വ്യക്തമാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.